ഞാൻ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് തയ്ച്ചെടുത്തൊരു ലിറ്റർ ബാഗാണ്. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ചുമരിൻ്റെ മുകളിൽ തൂക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ആദ്യത്തേൻ്റെ മുകളിൽ 3 പോക്കറ്റുകൾ വരും, രണ്ടാമത്തേൻ്റെ മുകളിൽ 2 പോക്കറ്റ്, മൂന്നാമത്തേൻ്റെ മുകളിൽ 3 പോക്കറ്റ്. അങ്ങനെയാണ് ഇത് തയ്ച്ചെടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഉള്ള ഈ 3 പോക്കറ്റുകൾ കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ട്. പിന്നെ 2 പോക്കറ്റ് നടുക്കിൽ, മേലത്തേൻ്റെ അകത്ത് 3 പോക്കറ്റുകൾ അങ്ങനെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. തയ്യൽ കടയിലെ വേസ്റ്റ് കട്ടിങ്സിനെ കൊണ്ട് പോസ്റ്റ് ബാഗിനാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പോസ്റ്റ് ബാഗ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിരുന്നു. പക്ഷെ അതിന് വ്യത്യസ്തമായി വേറെ വിധത്തിലുള്ളൊരു ബാഗാണ്. അപ്പോൾ അതേമാതിരിയുള്ള ഒരു പീസ് കിട്ടിയത്. ഇത് ഞാൻ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇത് തയ്യൽ കടയിൽ നിന്ന് ചൂരിദാറിൻ്റെ പാൻറ് കട്ട് ചെയ്തതിൻ്റെ പീസാണിത്. അപ്പോൾ ഞാനിതെടുത്ത് ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട്, ഇത് കാവിക്കൈലിയാണ്, കാവിക്കൈലീൻ്റെ ഇതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു പീസ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര നീളം വീതിയുണ്ട് നോക്കാം. ഇതിപ്പോൾ നമ്മളെ അളവിനനുസരിച്ചുള്ള നീളം വീതി, നമ്മളെ ആവശ്യത്തിന് എത്ര നീളം, അല്ലാതെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല ഇതിനപ്പോൾ. ഇതിനിപ്പോൾ എത്ര, ഇത് ഇഞ്ചാണ് എടുക്കുന്നത്. ഇഞ്ച് എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ 22 ഇഞ്ച്, 22 ഇഞ്ച് അല്ല 22 ഇല്ല 21.5 ഇഞ്ച് നീളമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് വീതി നോക്കാം. വീതി ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് 17 ഇഞ്ച് വീതി വരും. 17 ഇഞ്ച് വീതി വരും. അങ്ങനെ ഒരു പീസാണ് വലുതാക്കി ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതേമാതിരി 3 പീസുകൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേമാതിരി 3 പീസ്. എന്തിനാ വെച്ചാൽ ഇതിൽ അടിയിൽ ലൈനിങ് വെച്ചിട്ടാണ് തയ്ച്ചത്. തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈനിങ് വെച്ചത്. അപ്പോൾ അതിന് എത്ര നീളം വീതി ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ വീതി നോക്കുന്ന സമയത്ത് 8 ഇഞ്ച് വീതി ഉണ്ട്. ഇനി നീളം അതേ നീളം തന്നെ വരും. 17 ഇഞ്ച് നീളം വരും. കണ്ടോ, 17 ഇഞ്ച് നീളം വരും. അങ്ങനത്തെ 3 പീസുകൾ ഞാൻ ഒരേമാതിരിയുള്ള 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതേമാതിരി ഒരു പീസ്, ഇതേമാതിരി ഒരു പീസ്, 3 പീസുകളാണ്. 3 ഇതാണ് വരിക. അപ്പോൾ 3 പീസ് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ 3 പീസിൻ്റെ മുകളിൽ കൂടി, ഇതിൻ്റെ മുകളിൽ കൂടി ഒരു പൈപ്പിംഗ് കൊടുക്കണം. പൈപ്പിംഗ് കൊടുത്തിട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2000 അപ്പോൾ അത് അതേമാതിരി ഞാൻ നീളത്തിലൊരു പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് എന്താ ചെയ്യുക വെച്ചാൽ, ഇതെവിടെ വെച്ചിട്ട് ഈ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചെടുത്ത് ഇതിങ്ങോട്ട് മറയ്ക്കണം. കണ്ടോ, ഇതേമാതിരി ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ നല്ല ചീത്ത വശം നോക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീളത്തിൽ വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഇതേമാതിരി ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി നീളത്തിൽ ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് അപ്പോൾ ഇതിവിടെ ഫിറ്റ്. ഇനി ഇതുപോലെ മറച്ചിട്ട് ഇവിടെ കണ്ടോ ഇതേമാതിരി ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇവിടെ വക്കായതുകൊണ്ട് മടക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി ഇങ്ങനെ തയ്ച്ചെടുക്കുക. നീളത്തിൽ ഉള്ള പൈപ്പിംഗ് മാതിരി വന്നത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് ഇനി ഇതേമാതിരി 3 എണ്ണത്തിൻ്റെ ബാക്കി 2 എണ്ണത്തിൻ്റെ മുകളിൽ ഇതേമാതിരി പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ അതായത് ഇതേമാതിരി ഞാൻ 3 എണ്ണത്തിൻ്റെ മുകളിൽ ഇതേമാതിരി പൈപ്പിംഗ് വെച്ച് അടിച്ച് തയ്ച്ചെടുത്തുകൊണ്ട് ഞാനൊന്നുകൂടെ ഉണ്ട്.
ഇതേമാതിരി തയ്ച്ചെടുക്കും. ഇനി അടുത്ത് ചെയ്യുന്ന വിധം അടുത്ത ഇത് 3 അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇനിയിപ്പം പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ ഇതിൻ്റെ ക്ലോത്ത്, ഇവിടെ ഇതിൻ്റെ മുകളിലാണ് അത് ഫിറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ മേലെ ഒരു പൈപ്പിംഗ് കൊടുക്കണം. ഇത് കാണാത്ത വിധത്തിൽ വേണം തയ്ച്ചെടുക്കാൻ. അപ്പം ഇത് അങ്ങനെ വെച്ചിട്ട് ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് തയ്ച്ചെടുത്ത് അതിങ്ങനെ ഈ നീളത്തിൽ ഇതേമാതിരി തയ്ച്ചെടുക്കുക. അപ്പോൾ അത് ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഇത് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുന്നുണ്ട്. ഇവിടെ മടക്കിയിട്ട് ഇവിടെ അങ്ങനെ വക്ക് മടക്കി കിടക്കുക. ഒന്ന് ചെറുതായിട്ട് മടക്കി കിടക്കുക. ഇതേമാതിരി നീളത്തിൽ തയ്ച്ചെടുക്കുക. ഈ അറ്റം വരെ നീളത്തിൽ ഇതേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇത് മാതിരി വരും തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ബോർഡർ മാതിരി വന്നില്ലേ. ഇപ്പം അടുത്ത ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വെച്ച 3 ഉണ്ടല്ലോ, അതിലൊന്നെടുക്കുക. ഒന്നെടുത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കും, തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അത് കാണരുത് കേട്ടോ, ഇവിടേക്ക് ഇങ്ങോട്ട് കാണരുത്. കുറച്ച് മേലോട്ടായിട്ട് ഇവിടെ അങ്ങനെ ഈ 3 സൈഡും അടിച്ച്, ഈ ഒരു സൈഡ് അടിക്കുന്ന ഈ 3 സൈഡ് ഇതവിടെ 3 സൈഡും അടിച്ച് ഇതിൻ്റെ മുകളിൽ ഇത് ജോയിൻ്റ് ആക്കി എടുക്കണം. 3 സൈഡും തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 3 പോക്കറ്റാക്കി മാറ്റുക. എങ്ങനെയാ വെച്ചാൽ ഇതേമാതിരി ഇവിടെ ഒരു നീളത്തിൽ താഴോട്ട് വേണ്ടി അടിച്ചെടുക്കുക. 3 ഭാഗങ്ങളാക്കിയിട്ട് ഇവിടെ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നടുക്കുക. ഈ ഒരു ഇങ്ങനെ ഒരു അടി തയ്യൽ കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു തയ്യൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ 3 എണ്ണമായിട്ട് വരും. അങ്ങനെ 3 പോക്കറ്റായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. ഇങ്ങനെ ആദ്യം ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് തയ്ച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ സ്ട്രൈറ്റായിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതേമാതിരി തയ്ച്ച സമയത്ത് ഇവിടെ കണ്ടു അങ്ങനെ തയ്ച്ചെടുത്തു. അപ്പോൾ ഇവിടെ 3 പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്, ഇത് അവിടെ ഒരു പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്, അങ്ങനെ 3 പോക്കറ്റ് ഇതിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്ത ചെയ്യുന്നത് എന്താ വെച്ചാൽ അടുത്ത നമ്മൾ തയ്ച്ച് വെച്ച ഇതുണ്ടല്ലോ ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ട് 3 സൈഡും തയ്ച്ചു കൊടുക്കുക. അതിൻ്റെ 3 സൈഡും തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നടുക്കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നടുക്കൂടെ അടിക്കുന്ന സമയത്ത് 2 പോക്കറ്റ്, അപ്പുറത്ത് ഇവിടെ ഒരു പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്, അതേമാതിരി നടുക്കൂടെ വേണം അടിച്ച്. അപ്പോൾ 2 പോക്കറ്റ്, താഴെ വരുന്നതിന് 3 എണ്ണം വയ്ക്കുക. അത് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ ഇവിടെ 2 പോക്കറ്റ് കണ്ട്, ഇവിടെ ഒരു പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്, നടുക്കൂടെ തയ്ച്ചെടുത്തു. അങ്ങനെ അപ്പോൾ 2 പോക്കറ്റിന് 3ാമത്തെ ചെയ്തെടുക്കുക. 3ാമത്തേത് 3 പോക്കറ്റ് തന്നെ വെച്ച് കൊടുക്കുക. ആദ്യത്തേൻ്റെ പോലെ 3 പോക്കറ്റ് വെക്കുക. ഇതേമാതിരി വെച്ച് 3 വശം തയ്ച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടവിടെ 3 വശം തയ്ച്ച് കൊടുത്തിട്ട് 3 ഇതിൻ്റെ മുകളിൽ 3 എണ്ണം ഇവിടെ ആദ്യത്തേൻ്റെ മുകളിൽ ചെയ്ത മാതിരി തന്നെ താഴോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തയ്ക്കുക. ഒരു അതേമാതിരി ഈ അടിഭാഗത്തും ഇതേമാതിരി 3 പോക്കറ്റുകൾ തയ്ച്ചെടുത്തുകൊണ്ട് അടുത്ത ഈ സൈഡിൽ നമുക്ക് ഇവിടെ നമ്മൾ പൈപ്പിംഗ് വെച്ച് തയ്ച്ചില്ലേ മേലെ, അതേമാതിരി 3 സൈഡ് ഈ സൈഡ് പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടില്ല ഈ സൈഡിൽ 3 സൈഡും ഒരു പൈപ്പിംഗ് മാതിരി വെച്ച് തയ്ക്കണം കണ്ടോ. അപ്പോൾ അതാ ഈ പീസാണ് ഞാൻ എടുത്തത്. ഈ പീസ് ഇതേമാതിരി ഈ ഭാഗത്ത് വെച്ച് തയ്ച്ചെടുക്കുക. അങ്ങനെ നീളത്തിൽ അങ്ങനെ തയ്ക്കുക.